കൊച്ചിയിൽ നിന്ന് പുറംകടലിൽ മത്സ്യബന്ധനത്തിന് പോയ അത്യുന്നതൻ എന്ന വള്ളത്തിലെ വലകൾക്ക് നാശനഷ്ടം. മത്സ്യബന്ധനത്തിനിടെ കടലിൽ കിടക്കുന്ന കണ്ടെയ്നറുകളിൽ കുടുങ്ങിയാണ് വലകൾ പൂർണ്ണമായും ഉപയോഗശൂന്യമായത്. ഏകദേശം 20 ലക്ഷം രൂപയുടെ നഷ്ടമാണ് മത്സ്യത്തൊഴിലാളികൾക്ക് ഇതുമൂലമുണ്ടായത്. കൊച്ചിയിൽ നിന്ന് പുറംകടലിൽ മത്സ്യബന്ധനത്തിന് പോയ അത്യുന്നതൻ എന്ന വള്ളത്തിലെ വലകൾക്ക് നാശനഷ്ടം. 20 നോട്ടിക്കൽ മൈൽ അകലെ മത്സ്യബന്ധനം നടത്തുന്നതിനിടെ കടലിൽ കിടക്കുന്ന കണ്ടെയ്നറുകളിൽ കുടുങ്ങിയാണ് വലകൾ പൂർണ്ണമായും ഉപയോഗശൂന്യമായത്. വലകളിൽ കുടുങ്ങിയിരുന്ന മത്സ്യങ്ങളും പൂർണ്ണമായി നഷ്ടമായി. ഇതോടെ ഏകദേശം 20 ലക്ഷം രൂപയുടെ നഷ്ടമാണ് മത്സ്യത്തൊഴിലാളികൾക്ക് ഉണ്ടായത്. ചെല്ലാനം പടിഞ്ഞാറ് ഒരു 12 ഭാഗം വെള്ളമുണ്ട്. മലയിട്ട് കഴിഞ്ഞപ്പോൾ മല കയറി വന്നപ്പോൾ കണ്ടെയ്നറിൻ്റെ അവശിഷ്ടങ്ങളാണ് കയറി വന്നത്. വല കയറി നാശമായിപ്പോയി. 3-4 കഷ്ണമായിട്ടാണ് ഞങ്ങൾക്ക് വല കയ്യിൽ കിട്ടുന്നത്. 10-20 ലക്ഷം രൂപയുടെ നാശനഷ്ടങ്ങളുണ്ട്. വലയെല്ലാം കയറി പറഞ്ഞു പോയി. രണ്ടാമത് ഞങ്ങൾ തുന്നി കൂട്ടണമാണ് കയറി. ഞങ്ങൾ ലോണും പുറത്തുനിന്ന് കടമൊക്കെ മേടിച്ചിട്ട് തുറന്നൊക്കെ പണിയെടുക്കാണ് ഈ തൊഴിൽ ഉണ്ടാക്കി പണിക്കുന്നത്. ഒരു നിവൃത്തിയുമില്ല ഞങ്ങൾക്ക് ഇനി ഇത് ചെയ്യാനും. അതുകൊണ്ട് ഗവൺമെൻറ്റിൽ നിന്ന് എന്തെങ്കിലും സഹായം ഞങ്ങൾക്കുണ്ടാകും. 7 മാസങ്ങൾക്ക് മുമ്പ് കൊച്ചി തീരത്ത് അപകടത്തിൽപ്പെട്ട MSC എൽസ എന്ന കപ്പലിൽ നിന്ന് കടലിൽ പതിച്ച കണ്ടെയ്നറുകളുടെ അവശിഷ്ടങ്ങൾ ഇതുവരെ പൂർണ്ണമായി നീക്കം ചെയ്യാത്തതാണ് മത്സ്യത്തൊഴിലാളികളുടെ ദുരിതം വർദ്ധിപ്പിക്കുന്നത്. ചെല്ലാനം തീരത്ത് നിന്ന് മത്സ്യബന്ധനത്തിനായി പോകുന്ന 50ഓളം തൊഴിലാളികൾ ജോലി ചെയ്യുന്ന വള്ളങ്ങളിലെ മത്സ്യത്തൊഴിലാളികൾക്കാണ് പലപ്പോഴും ഇത്തരത്തിൽ ദുരിതം നേരിടേണ്ടി വരുന്നത്. ശരിയായ നഷ്ടപരിഹാരം ലഭിക്കാത്തതിനാൽ തൊഴിലാളികളും വള്ളം ഉടമകളും സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. കമ്പനികളുടെ ഭാഗത്തുനിന്ന് കടലിലെ അപകടങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകുന്നതിനായി കോടതി മുഖാന്തരം കോടികൾ കെട്ടിവെച്ചിട്ടുണ്ടെങ്കിലും ബോട്ടുകൾക്കും വള്ളങ്ങൾക്കും മത്സ്യബന്ധന ഉപകരണങ്ങൾക്കും ഉണ്ടാകുന്ന നാശനഷ്ടങ്ങൾക്ക് യഥാസമയം നഷ്ടപരിഹാരം നൽകാൻ അധികാരികൾ തയ്യാറാകണമെന്ന് മത്സ്യത്തൊഴിലാളികൾ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. റിങ്ങുകൾ 1 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, നെക്ലസുകൾ 9,000 രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ 1 ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിംഗ് സെറ്റുകൾ. കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്